നമസ്കാരം എല്ലാവർക്കും പ്രോ റെസ്ലിംഗ് മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നേരത്തെ പറഞ്ഞ റെസ്ൽമേനിയ 35 ജോൺ സീനയ്ക്ക് ആരോടത്താണ് മാച്ച് ഉള്ളത്. WWE തന്നെ 5 സൂപ്പർ സ്റ്റാർസിൻ്റെ പേരുകൾ പുറത്തു വിട്ടിരിക്കുകയാണ്. ഈ 5 സൂപ്പർ സ്റ്റാറിനകത്ത് ഏത് സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ ജോൺ സീനയ്ക്ക് റെസ്ൽമേനിയ 35 മാച്ച് വേണ്ടിയെന്ന് വെച്ച് WWE തന്നെ പുറത്തു വിട്ടിരിക്കുകയാണ്. അപ്പം ഈ 5 സൂപ്പർ സ്റ്റാർ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വീഡിയോ അവസാനം വരെ കാണാം. വീഡിയോയുടെ കിടക്കുമ്പോൾ നിങ്ങൾ വരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈ കൂടി എന്നെ പോലെ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ ഒന്ന് പോയേക്കാം. റെസ്ൽമേനിയ 35 ജോൺ സീനയോട് മത്സരിക്കുന്ന ലാർസ് സുലൈവാനാണെന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഈ ചാനൽ തന്നെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വെറും റൂമറുകൾ മാത്രമായിരുന്നു. ആ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് റൂമറുകൾ മാത്രമാണെന്ന്. ഇപ്പം പറയാൻ പോകുന്ന ഈ 5 സൂപ്പർ സ്റ്റാർസിൻ്റെ കാര്യം WWE ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്ത കാര്യമാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ WWEയിലെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ പോയി അവർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോട്ട് പോവാം. അപ്പം ജോൺ സീനയുടെ റെസ്ൽമേനിയ 35 മത്സരിക്കാൻ വേണ്ടി WWE 5 സൂപ്പർ സ്റ്റാറിനെയാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ 5 സൂപ്പർ സ്റ്റാറിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ അടുത്തായിരിക്കും റെസ്ൽമേനിയ 35 ജോൺ സീനയ്ക്ക് മാച്ച് ലഭിക്കുന്നത്. WWE സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാച്ചിൽ 5ാം സ്ഥാനത്തിരിക്കുന്ന മാച്ച് ഏതാണെന്ന് വെച്ചാൽ ജോൺ സീന വേഴ്സസ് റെമി മിസ്റ്റീരിയോ ഒരു മാച്ചാണ്. ഈ മാച്ച് ഇങ്ങനെ ഇവർ രണ്ടുപേരും മാച്ച് നേരത്തെ തന്നെ 2 പ്രാവശ്യം നടന്നിട്ടുണ്ട്. ആ 2 മാച്ചിലും ജോൺ സീനയാണ് വിൻ ചെയ്തത്. 2003 നടന്ന മാച്ചിൽ ക്ലിയർ ആയിട്ടൊരു വിന്നർ അല്ലായിരുന്നു. ജോൺ സീന ലോ ബ്ലോയിൽ അടിച്ചിട്ടാണ് റെമി മിസ്റ്റീരിയോ അടുത്ത് വിൻ ചെയ്തത്. ഇവർ രണ്ടുപേരും മാച്ച് നേരത്തെ തന്നെ 2 പ്രാവശ്യം നടന്നിട്ടുണ്ട്. ഇങ്ങനൊരു മാച്ച് WWE പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. റെസ്ൽമേനിയ 35 ഇങ്ങനൊരു മാച്ച് വേണമെന്ന് പറഞ്ഞ് റെമി മിസ്റ്റീരിയോ വേഴ്സസ് ജോൺ സീനയുടെ മാച്ച്. ഈ മാച്ചാണ് WWE 5ാമതായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാച്ച്. ഇനി നമുക്ക് നോക്കാം 4ാമതായിട്ട് WWE സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാച്ച് ഏതാണെന്ന് വെച്ചാൽ ജോൺ സീന വേഴ്സസ് ഡ്രൂ മാക്കിൻടയർ റെസ്ൽമേനിയ 35 വെച്ച്. ഇവർ രണ്ടുപേരുടെ മാച്ച് ഇതുവരെ നടന്നിട്ടില്ല. ഇനി നടക്കും. റെസ്ൽമേനിയ 35 വെച്ച് നടക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മാച്ച് ആയിരിക്കും ജോൺ സീന വേഴ്സസ് ഡ്രൂ മാക്കിൻടയറുടെ മാച്ച്. ഇവർ രണ്ടുപേരുടെ സ്റ്റോറിയിലെ ശകലം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർ രണ്ടുപേരുടെ മാച്ച് ജോൺ സീനയുടെ ഡ്രൂ മാക്കിൻടയർ മാച്ച് റെസ്ൽമേനിയ 35 നടക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ്. ഇനി നമുക്ക് നോക്കാം 3ാമതായിട്ട് WWE സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാച്ച് ഏതാണെന്ന് വെച്ചാൽ ജോൺ സീന വേഴ്സസ് ബ്രോൺ സ്ട്രോമൻ്റെ അടുത്തൊരു മാച്ചാണ് റെസ്ൽമേനിയ 35. ഇവർ രണ്ടുപേരുടെ മാച്ച് നേരത്തെ തന്നെ നടന്നിട്ടുണ്ട്. പക്ഷേ ആ മാച്ച് ഡിസ്ക്വാളിഫൈഡ് ആയിരുന്നു. ഈ മാച്ച് WWE 3ാമതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ഇത് നടക്കാൻ ചാൻസ് ഉള്ളതാണ്. എന്നാൽ ഇനി നമുക്ക് നോക്കാം 2ാമതായിട്ട് വരുന്ന മാച്ച് ഏതാണെന്ന് നമുക്ക് നോക്കാം. 2ാമതായിട്ട് WWE സെലക്ട് ചെയ്തിരിക്കുന്ന മാച്ച് ഏതാണെന്ന് വെച്ചാൽ ജോൺ സീന വേഴ്സസ് വെൽവെറ്റീൻ ഡ്രീം റെസ്ൽമേനിയ 35. ഇങ്ങനൊരു മാച്ച് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല. ഈ മാച്ചിൽ ജോൺ സീന വന്ന് വെൽവെറ്റീനെ ചലഞ്ച് ചെയ്യും, അതോ വെൽവെറ്റീൻ വന്ന് ജോൺ സീനെ ചലഞ്ച് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷേ ഇത് WWE ഇത് 2ാമതായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ മാച്ച് നടക്കണോ വേണ്ടതെന്ന് വെച്ച് 2ാമതായിട്ടാണ് WWE ഇത് കൊടുത്തിരിക്കുന്നത്. ഇനിയും നമുക്ക് നോക്കാം WWE 1ാമതായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാച്ച് ഏതാണെന്ന് വെച്ചാൽ ജോൺ സീന വേഴ്സസ് ബ്രോക്ക് ലെസ്നറുമായിട്ടൊരു മാച്ചാണ് റെസ്ൽമേനിയ 35. ജോൺ സീനയ്ക്കും ബ്രോക്ക് ലെസ്നറുടെ മാച്ച് ധാരാളം പ്രാവശ്യം WWEയിൽ നടന്നിട്ടുണ്ട്. എന്നാൽ റെസ്ൽമേനിയ 35 അവർ ചോദിക്കുന്നുണ്ട് ഇങ്ങനൊരു മാച്ച് വേണോ വേണ്ടായോ എന്ന് വെച്ച്. ഈ മാച്ച് 1ാം സ്ഥാനത്ത് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രോക്ക് ലെസ്നർ യൂണിവേഴ്സൽ ചാമ്പ്യൻ ആയതുകൊണ്ടാണ്. ബ്രോക്ക് ലെസ്നറും ജോൺ സീനയുടെ മാച്ച് റെസ്ൽമേനിയ 35 നടക്കുവാണെങ്കിൽ ആ മാച്ചിൽ ജോൺ സീന വിൻ ചെയ്യുവാണെങ്കിൽ 17 ടൈം ചാമ്പ്യൻ ആവും. അതുകൊണ്ടാണ് ഈ മാച്ച് 1ാമതായിട്ട് WWE ഇടാൻ കാര്യം വെച്ചാൽ ഇങ്ങനൊരു മാച്ച് വേണോ വേണ്ടോ എന്നാണ് WWE ചോദിച്ചിരിക്കുന്നത്. ഇനി അഥവാ ബ്രോക്ക് ലെസ്നർ റെസ്ൽമേനിയ 35 യൂണിവേഴ്സൽ ചാമ്പ്യൻ അല്ലെങ്കിലും ഈ മാച്ച് നടക്കാൻ സാധ്യതയുണ്ട്. റോയൽ റംബിൾ ഫിൻ ബാലർ ജയിക്കുകയോ ന്യൂ യൂണിവേഴ്സൽ ചാമ്പ്യൻ ആവുകയാണെങ്കിൽ ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ജോൺ സീനയുടെ മാച്ച് റെസ്ൽമേനിയ 35 അങ്ങനെ ഒരു മാച്ച് നടക്കാനും വളരെ സാധ്യത ഉള്ളതാണ്. ഇനി അഥവാ റെസ്ൽമേനിയ 35 ബ്രോക്ക് ലെസ്നർ യൂണിവേഴ്സൽ ചാമ്പ്യനായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിലും ജോൺ സീന വേഴ്സസ് ബ്രോക്ക് ലെസ്നർ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് അങ്ങനെ ഒരു മാച്ച് നടക്കാനും സാധ്യത ഉള്ളതാണ്. അപ്പം ഈ 5 സൂപ്പർ സ്റ്റാറിനകത്തുനിന്ന് ഏത് സൂപ്പർ സ്റ്റാർ ജോൺ സീനയെ അടുത്ത് റെസ്ൽമേനിയ 35 മത്സരിക്കാന്ന് വെച്ചാൽ WWE ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏത് മാച്ച് നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ 5 സൂപ്പർ സ്റ്റാറിനകത്തുണ്ട് ഏത് സൂപ്പർ സ്റ്റാറിൻ്റെ അടുത്ത് റെസ്ൽമേനിയ 35 ജോൺ സീന മത്സരിക്കണം അത് നിങ്ങൾ ഈ വീഡിയോ തട കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. തുടർന്ന് ഇതേപോലെ റെസ്ലിംഗ് ന്യൂസുകളും പല റെസ്ലേഴ്സും ലൈവ് ട്യൂണിങ് ഡെയിലി ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് പോകുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോയുമായിട്ട് കാണുന്നതായിരിക്കും. ബൈ.